നമുക്ക് രണ്ട് മഹാമന്ദിരങ്ങൾ, നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമാകാത്ത രണ്ട് മന്ദിരങ്ങൾ നമുക്ക് സ്ഥാപിച്ചാണ്. അമ്മമാരുടെ വാസകേന്ദ്രമായ ആ മനോഹരമായ മളിനാടിയ അദ്ദേഹം 15 കോടി രൂപ ചെലവഴിച്ചാണ് ആ മന്ദിരം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ 20 കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ അച്ഛന്മാർക്കും മറ്റുള്ളവർക്കുമായി ഒരു സ്നേഹ സൗധം ഇവിടെ പടുത്തുയർത്തിയിരിക്കുക. അതിമനോഹരമായി നമ്മുടെ അമ്മമാരുടെ മന്ദിരം പരിപാലിക്കാൻ എല്ലാ മാസവും കൃത്യമായി 1 ലക്ഷം രൂപ അതിൻ്റെ പരിപാലന അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യും. എല്ലാ വർഷവും നോമ്പ് നാളിൽ നമുക്ക് 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം എത്തിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു മഹാമനുഷ്യൻ, ഒരു അത്ഭുത മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചു, നമ്മളുടെ ഒരാളായി മലയാളിയായി മാറിയിരിക്കും. എല്ലാ വർഷവും നമ്മുടെ ഗാന്ധി ഭവന് ഈ റംദാൻ ടൈമിൽ 1 കോടി രൂപ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള അച്ഛനമ്മമാരുടെ മരുന്നിനും അവരുടെ ആഹാരത്തിനും വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അത് മറ്റു ബിൽഡിങ്ങിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ വേറെയാണ്. ഇത് അവരുടെ ആഹാരം, നല്ല അവർക്ക് നല്ല മരുന്ന് എല്ലാം പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഖ്യയാണ് 1 കോടി രൂപ എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഈ വർഷവും അത് കൊടുക്കാനായിട്ടാണ് വന്നത്. ഓരോ വർഷം വരുമ്പോൾ നിങ്ങളെ കൊടുത്ത ആർക്കും ഒരു അവസരങ്ങളില്ല. നിങ്ങളെല്ലാം തൃപ്തരാണ്. ഇനിയും ഇങ്ങനെ തുടർന്നു പോകണം. ഈ കൂട്ടായ്മ നിങ്ങളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന്റെ ഭംഗി നമുക്ക് നിറഞ്ഞ് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിടർന്നു നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.